കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസനിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നതായ ഒരു വലിയ സബ്ജക്റ്റ് കമ്പിവാചകം പോലെ പറഞ്ഞ് നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഈ പുതിയ നിയമവചനത്തിൻ്റെ വെളിപ്പാടുകൾ പലർക്കും അജ്ഞാതമായിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് എല്ലാവർക്കും കിട്ടത്തില്ല, എല്ലാവർക്കും മനസ്സിലാകത്തില്ല, എല്ലാവർക്കും ഈ വചന വെളിപ്പാട് കിട്ടത്തില്ല. കർത്താവ് ആഗ്രഹിക്കുന്നവർക്ക് തൻ്റെ പുത്രനിലൂടെയുള്ള രക്ഷ പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുക്കൽ വരുന്നില്ല, ആ വചനം കേൾക്കുന്നില്ല. ഇതൊക്കെ ആഴത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയങ്ങളാണ്. എന്തുകൊണ്ട് എല്ലാവരും പുതിയ നിയമ വെളിപ്പാടിലേക്ക് വരുന്നില്ല? പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല, പുത്രനിലൂടെ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. ഇത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ബഹുരോ പറഞ്ഞ സമയം കളയുന്നില്ല. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ആ മർമ്മം എന്നതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ഈ വചനത്തെ ദൈവങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവേ സ്തോത്രം. ഈ വചനത്തിലൂടെ അവിടെ നിങ്ങളോട് സംസാരിക്കണമേ. ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് മറന്നീക്കുന്ന വെളിപ്പെടുത്തണമേ. ആഴത്തിൽ വചനം ധ്യാനിപ്പാൻ കൃപ ചെയ്യണം. വചനത്തിനെതിരെ പോരാടുന്ന എല്ലാ പോരാട്ട ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവ് ഇടപെട്ട് വലിയ രൂപാന്തരം, വലിയ ഉണർവ്, വലിയ ആത്മീയ ഒരുക്കം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്താട്ട് മഹത്താം കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എഫേസ്യ ലേഖനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എഫേസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണി എന്ന് വേദപണ്ഡിതന്മാർ അതിനൊരു പേരിട്ട് കൊടുത്തിട്ടുണ്ട്. ലേഖനങ്ങളുടെ റാണി. ഈ ഉറുമ്പുകൾക്കൊരു റാണിയുണ്ട് എന്നതുപോലെ ഈ ലേഖനങ്ങൾക്ക് ഒരു റാണിയുണ്ട്. റാണി അത് എഫേസ്യ ലേഖനമാണെന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ലേഖനങ്ങളിൽ ഒന്നാണ് എഫേസ്യ ലേഖനമെന്ന് പറയപ്പെടുന്നു. റോമാലേഖനം ഒട്ടും പുറകിലല്ല, ഫിലിപ്പിയർ, കൊലോസ്യർ ഇതൊന്നും പുറകിലല്ല. എല്ലാ ലേഖനങ്ങൾക്കും അതിൻ്റെതായ പഠനങ്ങളും ശക്തമായ ആത്മീയ നിലവാരങ്ങളും ഉണ്ട്. എന്നാൽ ഇത് ലേഖനങ്ങളുടെ റാണി എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വിഷയവിഭജനത്തിൻ്റെ ആഴങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞ് പോയ സമയം പോകും. നമ്മൾ എഫേസ്യർ 3-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യവും വായിച്ച് പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി, ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കും. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവങ്ങളുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിയായി വന്നു. വെളിപ്പാടിനാൽ ഒരു മർമ്മം വന്നതിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നതും ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രം വെളിപ്പെട്ടു വരുന്നതുമായ ഒരു ആഴമേറിയ സത്യങ്ങളാണ് മർമ്മം എന്ന് പറയുന്നത്. എല്ലാവർക്കും വെളിപ്പെടുത്തി കിട്ടത്തില്ല. എല്ലാവർക്കും ഈ വചന വെളിപ്പാട് കിട്ടത്തില്ല. ദൈവം വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഇത് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. പൗലോസിലൂടെ നമുക്ക് കിട്ടി. പത്രോസിന്, യോഹന്നാന്, യാക്കോബിന്, യൂദയെ, ഇവർക്കെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. അവരിലൂടെ നമുക്ക് കിട്ടി. നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഡയറക്റ്റായിട്ട് നമുക്ക് ദൈവവചനം കിട്ടിയിട്ടില്ല, കിട്ടത്തുമില്ല.
എന്നാൽ ചിലർക്ക് കിട്ടിയെന്നും വരും. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന വിഷയമാണ്. നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ല പിന്നെ എന്തായാലും എല്ലാവരും ഈ ദൈവവചനത്തിൻ്റെ ആഴമേറിയ ആത്മീയ അനുഭവങ്ങൾ, ഈ പുതിയ നിയമത്തിൻ്റെ വചന വെളിപ്പാടുകൾ ശക്തിയോടെ പ്രസംഗിക്കാത്തത് എന്താ കാര്യം? കിട്ടിയിട്ടില്ല. കിട്ടിയവർ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടി, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പൗലോസിലൂടെ കിട്ടി, പത്രോസിലൂടെ കിട്ടി, യോഹന്നാനിലൂടെ, യാക്കോബിലൂടെ, യൂദയിലൂടെ കിട്ടി. അതാ ഞാൻ പറയുന്നത്. ഒരു പുതിയൊരു വചന വെളിപ്പാട് എനിക്ക് കിട്ടിയാൽ ഈ അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന വചനത്തിൻ്റെ വ്യവസ്ഥയുമായിട്ട് ചേരുന്നതല്ലെങ്കിൽ അത് നമുക്ക് അപകടമാണ്. ആ വെളിപ്പാട് കർത്താവ് തരുന്നതല്ലെന്ന് പഠിച്ചോളാം. ഇപ്പം പലരും പറയും എനിക്കൊരു വെളിപ്പാട് കിട്ടി, എനിക്കൊരു വചനമർമ്മം കിട്ടി, എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടി എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, അത് വചനവുമായിട്ട് ഉരച്ചു നോക്കുമ്പോൾ അപ്പോസ്തലന്മാരും കർത്താവും പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ വ്യവസ്ഥയുമായിട്ട് ചേരുന്നതാണെങ്കിൽ മാത്രമേ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് അന്യതാ ഉപദേശമായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഇന്ന് പലരും അന്യതാ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ ശപിക്കപ്പെട്ടവർ. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന വ്യവസ്ഥ വിട്ട് നമുക്ക് പറയാൻ നമുക്ക് അനുവാദമില്ല പ്രിയമുള്ളവരെ. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന വചനത്തിൻ്റെ വ്യവസ്ഥയുടെ ഉള്ളിൽ നിൽക്കണം നമുക്ക് കിട്ടുന്ന വചന വെളിപ്പാടുകൾ. അല്ലെങ്കിൽ അതുമായിട്ട് ചേരുന്നതായിരിക്കണം. അല്ലെങ്കിൽ അത് മറ്റൊരു സുവിശേഷമായി പോവും. അതിൻ്റെ പിന്നിൽ മറ്റൊരു ആത്മാവ്, അവർ പ്രസംഗിക്കുന്ന മറ്റൊരു ക്രിസ്തുവിനെ. ഇന്നിപ്പോൾ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം പ്രസംഗപീഠങ്ങളിലും നമ്മൾ കേൾക്കുന്നത് കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ വചനത്തിൻ്റെ വിരുദ്ധമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ധനസമ്പാദനത്തിന് വേണ്ടി, പണം കൊയ്തെടുക്കാൻ വേണ്ടി, പേരിനും പ്രശസ്തിക്കും ഒക്കെ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുക. പൗലോസ് പറഞ്ഞു 20 പ്രവൃത്തി, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങൾക്ക് മുഴുവനും അറിയിച്ചു തന്നു. പ്രയോജനമുള്ളത്, നമ്മുടെ ആത്മരക്ഷയ്ക്ക് ആവശ്യമുള്ളത്, കർത്താവിൻ്റെ ഉള്ളിൽ പോകാൻ ആവശ്യമുള്ളത്, ശുദ്ധീകരണത്തിന് ആവശ്യമുള്ളത്, ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത്, ആത്മീയ വർധനവിന് ആവശ്യമുള്ളത്, ആത്മീയ നിറവിന് ആവശ്യമുള്ളത്, അതാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. പൗലോസ് പറഞ്ഞു പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവൻ അറിയിച്ചു തന്നു. ഇന്ന് പലരും പറയുന്നതൊക്കെ പ്രയോജനമുള്ളതാണോ? ഭൂരിപക്ഷം അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാമെങ്കിൽ തെറ്റിപ്പോ. തിരുവെഴുത്തുകൾ അറിയേണ്ട പോലെ അറിയണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും നമ്മൾ. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഇവിടെ ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വലിയ ഹിമാലയ പർവ്വതം പോലൊരു സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക്, കർത്താവിൻ്റെ കൂടെ തിന്നുകുടിച്ച് നടന്ന ആദിമ അപ്പോസ്തലന്മാർക്ക്, അല്ലല്ലേ ബറവാസ് അപ്പോസ്തലനാ, അതുപോലെ പല കർത്താവിൻ്റെ ശിഷ്യൻ തിമോത്തിയോസ്, തീത്തോസ്, ഫിലെമോൻ, ഇവരെല്ലാം അപ്പോസ്തലന്മാരാ. പക്ഷെ ആദിമ അപ്പോസ്തലന്മാർ, കർത്താവിനോട് കൂടെ തിന്നുകുടിച്ച് നടന്നവർ, അവർ പറയുന്നതിനാണ് പ്രസക്തി. പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വാക്യമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനതൊന്ന് എടുക്കട്ടെ. എന്തായാലും പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ വായിക്കുന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു, സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടി തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ
അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ആദ്യം അപ്പോസ്തലന്മാർ പറയാൻ ഞങ്ങളോട് കൽപ്പിച്ചു, നമ്മളൊന്നും കൽപ്പിച്ചിട്ടില്ല. ഇവിടെ ചില മഹാന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോട് ദൈവം അരുളി ചെയ്തു, എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിൽ ഒരു പൊട്ടച്ചെറുക്കനുണ്ട്, ഉണർവിൻ്റെ ഉസ്താദാണെന്നാ പുള്ളി പറയുന്നേ, എല്ലാവരും പറയുന്നത്. ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നു. ഇല്ല, ചുമ്മാ പറയുക. ഈ ആൾക്കാരായിട്ട് ഇളക്കാൻ പറയുക. ഈ മുമ്പിരിക്കുന്ന ജനം വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരല്ല. അവർക്ക് വചനജ്ഞാനമില്ല, അവർക്ക് ആത്മീയ കാഴ്ചപ്പാടില്ല. ഒരു ചെറിയ ഇളക്കപ്പെരുക്കത്തിന് ഒന്നുള്ളത് പാട്ട് പാടി ഉറഞ്ഞു തുള്ളുക, അതിലൊന്നും കാര്യമില്ല. വസ്തുനിഷ്ഠമായി ദൈവവചനം സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണം. തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും നന്നായി ഗ്രഹിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, വചനജ്ഞാനം ഉണ്ടാകണം, വചനത്തിൻ്റെ വ്യവസ്ഥ പഠിച്ചിരിക്കണം. അല്ലാതെ ചുമ്മാ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞാൽ അതൊന്നും ആത്മീയതയുടെ ലക്ഷണമല്ല, അതൊക്കെ ശൈശവാവസ്ഥകളാണ്. കുഞ്ഞുങ്ങൾ എത്ര പിച്ചും പേയൊക്കെ വിളിച്ച് പറയും. അതുപോലെ പറയും. എനിക്കൊരു മോനുണ്ട് ഇവിടെ, മോളുടെ കുഞ്ഞ് 5 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ പറയണമല്ല, പിന്നെ പറയണം, പിന്നെ പറയണമല്ല, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറയണം, അത് കഴിഞ്ഞ് പിന്നെ പറയണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ? ഒരു ശിശുവാണ്, ശൈശവം. ഇന്ന് ആത്മീയ കോളത്തിൽ നല്ലൊരു ശതമാനം ശൈശവാവസ്ഥയിൽ കിടക്കുക. അവരോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ച് കളഞ്ഞു. ത്യജിച്ച് കളയാതെ കൊണ്ട് നടക്കുക, അത് അപകടമാണ്. ദൈവമക്കൾ ജാഗരൂകരായിരിക്കുക. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവരുടെ കെണിയിൽ നമ്മൾ പെട്ടുപോകും. ഇപ്പോൾ ഞാൻ വചനത്തിലേക്ക് വരിക. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം സ്തോത്രം. ഞാൻ മീതെ എനിക്ക് ലഭിച്ച ദൈവങ്ങളുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ ഒരു മർമ്മം മറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾ ഗ്രഹിക്കാം. ഇപ്പോൾ അവരുടെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ്. അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. പൂർവ്വകാലം, പഴയ കാലം. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലെ അതികായകന്മാരായ പിതാക്കന്മാരുടെ ചരിത്രം അവിടെ നമുക്ക് കാണാൻ കഴിയും. ആദാം മുതൽ മോശ, അബ്രഹാം, ഹാനോക്ക്, ദൈവത്തോടു കൂടെ നടന്നവൻ, യോസേപ്പ് ക്രിസ്തുവിനെ നിഴലായി നിൽക്കുന്നവൻ എന്ന് വേണ്ട കരുത്തുറ്റ കഥാപാത്രങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ അവർക്കാർക്കും ഇത് വെളിപ്പെട്ടില്ല. യേശു ക്രിസ്തുവിന് വടികായിട്ടായി തീർന്ന യോഹന്നാൻ സ്നാപകന് പോലും വെളിപ്പെട്ടില്ല. എന്തോ ചില ചെറിയ സൂചനകളൊക്കെ തനിക്കറിയാമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പലർക്കും അങ്ങനെയൊക്കെ വെളിപ്പാടുകൾ കിട്ടിയിട്ടുണ്ട്, ചെറിയ ചില സൂചനകൾ. എന്നാൽ കർത്താവിൻ്റെ കൂടെ തിന്നുകുടിച്ച് നടന്നവരായ അപ്പോസ്തലന്മാർക്കാണ് ഇത് വെളിപ്പെടുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പ്രാധാന്യത വലുതെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, നിങ്ങൾ പുതിയ യെരൂശലേമിൽ ചെല്ലുമ്പോൾ അപ്പോസ്തലന്മാരുടെ പേരുകൾ അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിലെ ഇസ്രയേൽ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങളുടെ പേരാണ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ അപ്പോസ്തലന്മാരുടെ പേരാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ പ്രാധാന്യത അത് കാണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അവരുടെ, അവർക്ക്, അവരിൽ നിന്ന്, അവരുമായി എന്നൊക്കെ പറഞ്ഞ് ഒരു 35 പ്രാവശ്യത്തോളം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മളത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. 17-ാം അധ്യായം പിതാവ് തിരഞ്ഞെടുത്ത് യേശുക്രിസ്തുവിന് കൊടുത്തവരായത് പല പ്രാവശ്യം പറയുന്നുണ്ട്. പല പ്രാവശ്യം പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഹൃദയത്തിൽ ആഴത്തിൽ പതിയാനിടയായിത്തീരും. അതുകൊണ്ട് അത് ദോഷമല്ല. പല പ്രാവശ്യം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാനിടയായിത്തീരും. എത്രയോ പ്രാവശ്യമാണ്, 37-ലധികം പ്രാവശ്യം അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ, അവർക്ക്, അവരുടെ, അവരോടുകൂടെ, അവരിൽ, അവരും, അവരെ, അവരുടെ, ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. എത്ര പ്രാവശ്യം കാണാൻ കഴിയും?
42 പ്രാവശ്യം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയും കുറഞ്ഞൊന്നും വരാൻ കേട്ടോ. 42 പ്രാവശ്യം അപ്പോസ്തലന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കാരണം എന്താ? ഈ മർമ്മം അവർക്ക് വെളിപ്പെട്ടു. അതിൽ പൗലോസിനാണ് ഇത് വെളിപ്പെട്ടത്. ഇവിടെ മർമ്മം വെളിപ്പെട്ടത് പൗലോസിനാ. ദൈവത്തിന്റെ സ്നേഹിതൻ അബ്രഹാം വെളിപ്പെട്ടില്ല. യോബ് ഒരു വലിയ ഭക്തിയുടെ ഉന്നത ശൃംഖങ്ങളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ വെളിപ്പെട്ടില്ല. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് വെളിപ്പെട്ടില്ല. യേശുക്രിസ്തുവിനെ നേടാൻ നിൽക്കുന്ന യോസഫ് വെളിപ്പെട്ടില്ല. ദാവീദിന്റെ സിംഹാസനത്തിലാണ് കർത്താവ് വാടാനായിട്ട് വരുന്നത്, വെളിപ്പെട്ടില്ല. ആർക്കും വെളിപ്പെട്ടില്ല. അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് ഇത് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അതിന്റെ പ്രാധാന്യത എന്താണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ഇവിടെ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടു. ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം തൊട്ടിക്കൊണ്ട് പഠിച്ചോ, അവർക്ക് ആർക്കും വെളിപ്പെട്ടില്ല. അപ്പൊ പുതിയ നിയമത്തിന്റെ പ്രാധാന്യത വിശുദ്ധന്മാരായ ദൈവമക്കൾ പാസ്റ്റർമാരെല്ലാം ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് ഈ പുതിയ നിയമത്തിന്റെ ഉപദേശം കിടക്കുന്നത്. രക്തത്തിലൂടെ, രക്തം ചൊരിഞ്ഞിട്ടില്ല വിമോചനമില്ല. പുതിയ നിയമത്തിലെ ആത്മരക്ഷ യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിയപ്പെട്ടതിലൂടെയാണ് സംഭവിക്കുന്നത്. പഴയ നിയമത്തിൽ ആടുകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും മൃഗങ്ങളുടെയും രക്തം കൊണ്ട് ശുദ്ധീകരണ പ്രക്രിയകൾ ചെയ്യുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഹല്ലേലൂയ. അങ്ങനെ എന്തുകൊണ്ടും നോക്കുമ്പോൾ അപ്പോസ്തലന്മാര് മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് തന്നെ നിൽക്കുക. അവർക്ക് പണമില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് വലിയ 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 കാര്യങ്ങളൊന്നും അവർക്കില്ല. പക്ഷേ അവർ കർത്താവിനോട് കൂടെ നടന്നവരായിരുന്നു. കർത്താവിൽ നിന്ന് പ്രാപിച്ചവരായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, കണ്ടു കേട്ടു തൊട്ടു നോക്കി നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോട് പുത്രനോടുവാ. നിങ്ങളുടെയും കൂട്ടായ്മ അങ്ങനെ ആയിരിക്കണമെന്ന് യോഹന്നാൻ എഴുതുന്ന 1-ാം ലേഖനം ഒരു ചെറിയ അളവിൽ നമ്മൾ ധ്യാനിച്ചു എന്നാണ് എൻ്റെ ചിന്ത. പ്രിയമുള്ളവരെ, ഈ മർമ്മം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവുക. ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികൾ. അതാണ് മർമ്മം. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമായി നമ്മൾ തീരുക. അതാണ് മർമ്മം. എത്ര പേര് ഇത് ആഴത്തിൽ മനസ്സിലാക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു, മർമ്മം എന്നുള്ളത് ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നതാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തുമ്പോൾ മനസ്സിലാകുന്ന മർമ്മം. ഈ മർമ്മ ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവാസികൾ ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് വരുവാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആർക്ക്? ജാതികൾക്ക്. ഹല്ലേലൂയ. ദൈവവചനം കേട്ട് പാപബോധമുണ്ടായി ദൈവസ്ഥലിൽ കരഞ്ഞ് നിലവിളിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചന വ്യവസ്ഥയിൽ നിലനിന്ന് കർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു സംഘമാണ് പുതിയ നിയമസഭ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ജാതികൾക്ക് വെളിപ്പെട്ട മർമ്മം സകല ജാതികൾക്കും, ഭൂലോകത്തുള്ള ഓൾ നേഷൻസ്, എല്ലാ ജാതികൾക്കുമാണ് ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രമാണം, ഉപദേശം. എന്നാൽ ന്യായപ്രമാണം അങ്ങനെയല്ല. ഒരു ജനതയ്ക്ക് വേണ്ടി. ഞങ്ങൾ ഇന്നുകൂടി അത് പ്രാർത്ഥനയിൽ വായിച്ചു. സ്ത്രീയുടെ സന്തതി വരുന്നവരെ വന്നു കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണം അപ്രസക്തമായി. സ്ത്രീയുടെ സന്തതി വരുന്നവരെ നമുക്ക് പ്രമാണിക്കാനൊരു പ്രമാണമാണ് ന്യായപ്രമാണം എന്ന ഗലാത്യലേഖനത്തിൽ ഞങ്ങൾ ഇപ്പോൾ വായിച്ചേ ഉള്ളൂ, 3-ാം അധ്യായത്തിൽ. പ്രിയമുള്ളവരെ, അത് വായിച്ച് പഠിച്ചുകൊള്ളുക.
ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശം ആർക്കാ കിട്ടുന്നത്? ഭർത്താവിന്റെ സ്വത്തിന്റെ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവകാശി ഭാര്യയ്ക്ക, കൂട്ടവകാശം. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്ത് പോയി, പിതാവിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കൂട്ടവകാശം കിട്ടാനുള്ളവരാണ് നമ്മൾ. അപ്പന്മാര് വീതം വയ്ക്കുമ്പോൾ മക്കൾക്ക് ഇന്ന സ്ഥലത്ത് 4 ഏക്കർ, ഇന്ന സ്ഥലത്ത് 4 ഏക്കർ, ഇന്ന സ്ഥലത്ത് 5 ഏക്കർ, അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ വലിയ പ്രസ്താവനകൾ ഇറക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അവകാശം കൊടുക്കല്. എന്നാൽ ഇവിടെ ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികൾ. ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു പാർട്ടാണ് പുതിയ നിയമ വിശ്വാസി. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ, ഏക ശിരസ്ത്ര, വാഗ്ദത്തത്തിന് പങ്കാളികൾ. എന്താ നമുക്കുള്ള വാഗ്ദത്തം? ഞാൻ നിങ്ങൾ സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്ക് ചേർത്തുകൊള്ളും. അതാണ് നമ്മുടെ വാഗ്ദത്തം. അല്ലാതെ എന്ത് വാഗ്ദത്തമാ? അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തു, സന്തതി തരാം. അതൊരു വിശ്വാസത്താൽ പ്രാപിച്ചെടുത്തു. നമ്മുടെ വാഗ്ദത്തം ഭൂമിയിലുള്ള ഭൗതിക അനുഗ്രഹം തരാമെന്നല്ലേ അല്ല. ചിലർ പറഞ്ഞ എന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. അല്ല, നിന്നെ മാനിക്കുന്ന ദൈവമല്ല, നിന്നെ മാനിച്ചിരിക്കുക ദൈവം. അത് മനസ്സിലാക്കുക. മാനിക്കാൻ പോവുകയല്ല, മാനിച്ചു കഴിഞ്ഞു. തൻ്റെ പുത്രനിലൂടെ നിനക്ക് ആത്മരക്ഷയ്ക്കുള്ള വചനങ്ങൾ, ഉപദേശങ്ങൾ നിനക്ക് തന്നു കഴിഞ്ഞു. അതാ നിന്നെ മാനിച്ചത്. ഹല്ലേലൂയ. വാത്സല്യ ദൈവമക്കളെ, ഈ ആഴങ്ങൾ ഇന്ന് രാത്രി നമ്മളൊന്ന് മനസ്സിലാക്കണം. ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ, ഏക ശിരസ്തർ, വാഗ്ദത്തത്തിൽ പങ്കാളികൾ. കൂട്ടവകാശം, ഏക ശരീരസ്ഥർ, ഒരു ശരീരത്തിന്റെ അവയവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന് കിട്ടിയ ദൈവത്വത്തിൽ മാത്രം നമ്മൾ ഒന്നുമില്ല. എന്നാൽ ഹല്ലേലൂയ, ബാക്കിയെല്ലാം രൂപാന്തര ശരീരം, അടച്ചിട്ട റൂമിൽ പ്രവേശിക്കാനുള്ള ആത്മീയ അനുഭവം, ഭക്ഷിക്കുകയോ ഭക്ഷിക്കാതിരിക്കുകയോ ചെയ്യാം. ആത്മശരീരം, രൂപാന്തര ശരീരം നമുക്ക് കിട്ടുകയാണ്. ക്രിസ്തുവിൻ്റെ ഒരു പാർട്ടായി നമ്മൾ മാറുകയാണ്. ഏക ശരീരത്തിലൂടെ തലയായ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? സ്വർഗീയ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ യോഗ്യരാക്കി തീർക്കും. നമ്മളിപ്പോൾ ദാരിദ്ര്യത്തിൽ കിടക്കുക, ആത്മീയ ദാരിദ്ര്യത്തിൽ കിടക്കുക. പുതിയ നിയമസഭ എന്ന് പറയുന്നവർ ഇവിടെ വില കൊടുത്തു വാങ്ങണം. എന്തു വില? എന്താ ഈ വില? സ്വത്രം, 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 സ്വത്രം. അവരുടെ ബുദ്ധിയും കഴിവും, അവരുടെ പ്രാപ്തിയും, അവരുടെ ധനവും, അവരുടെ സകലതും സകലതും മാനുഷികമായത് മുഴുവൻ ദൈവസന്നിധിയിൽ അടയേറെ പറഞ്ഞ്, എനിക്കൊന്നും അറിയില്ല കർത്താവേ, ഞാനൊരു പൊട്ടനാണ് കർത്താവേ, എനിക്ക് പാസ്സായിട്ടിരിക്കാനോ എനിക്ക് പ്രസംഗിക്കാനോ എനിക്കൊന്നിനും അറിയില്ല, കർത്താവ് എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അവരെ ഉപയോഗിക്കും. നമ്മുടെ അറിവും നമ്മുടെ കഴിവും നമ്മുടെ ഭാഷാജ്ഞാനവും നമ്മുടെതൊന്നും ദൈവത്തിന് വിഷയമല്ല. അത് നന്നായിട്ട് മനസ്സിലാക്കണം ദൈവമക്കൾ. ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികൾ. അപ്പോസ്തലന്മാർ കൊടുത്ത വാഗ്ദത്തങ്ങൾ നമുക്കുമുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനത്തിന്റെ വ്യവസ്ഥയെ തകിടം മറിച്ചിട്ടിരിക്കുക. അതായത് ഞാൻ ഖേദത്തോടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഈ തിരുവചന സത്യങ്ങളെ കാറ്റിൽ പറത്തി അന്യതാപദേശം കൊണ്ട് സഭ നിറഞ്ഞു കിടക്കുക. ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക സഭ. ആത്മീകമായി ഇവരെ പോലെ ദാരിദ്ര്യവാസികൾ ലോകത്ത് കാണത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രത്യേകത എന്താണ്? യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ് പുതിയ നിയമ വിശ്വാസി. ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശം കിട്ടേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. കർത്താവിന് കൊടുത്ത വാഗ്ദത്വം
വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക് ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ ദൈവമക്കളെ നമ്മളിത് മനസ്സിലാക്കി, യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഒരു സാധാരണ മനുഷ്യനല്ല ഞാൻ. പഴയ നിയമത്തിൽ ഒരു വ്യക്തി മോശയിക പ്രമാണം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളയല്ലായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇത് കൃപായുഗമാണ്. വചനം അനുസരിച്ച് ജീവിച്ച് മടങ്ങി വരുന്നില്ലെങ്കിൽ പാപം ചെയ്താൽ ദൈവം നശിപ്പിച്ചു കളയും. അത് യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ കൂട്ടവകാശം ഏകശരീരസ്ഥർ വാഗ്ദത്തത്തിന് പങ്കാളികളാകണം എന്നുള്ളതാണ് ഒരു പുതിയ നിയമ വിശ്വാസിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന അനുഭവം. അത് നമ്മളിൽ എത്ര പേര് അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നുണ്ട്? എത്ര പേര് ഈ വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നുണ്ട്? ഞാൻ ക്രിസ്തുവിനെ പോലെ ആയി തീരേണ്ടവരാണ്. എൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരേണ്ടവരാണ്. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ വാക്കുകളായി തീരണം. എൻ്റെ ചിന്തകൾ കർത്താവിൻ്റെ ചിന്തകൾ, എൻ്റെ ഇടപാടുകൾ കർത്താവിൻ്റെ ഇടപാടുകളായി മാറണം. അല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. കൂട്ടവകാശികളാണ്, ഏകശരീരസ്ഥരാണ്, വാഗ്ദത്തത്തിന് പങ്കാളികളാണെന്ന് പറഞ്ഞ പാട്ടും പാടി നേരെ നരകത്തിലോട്ട് പോവാം. അതിലൊന്നും വലിയ കഥയില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ആഴത്തിൽ ധ്യാനിച്ച് പഠിച്ച് അതിൻ്റെ പ്രത്യാശയിൽ നിലനിന്ന് ജീവിച്ച് അത് ശക്തിയോടെ ലോകത്തോട് വിളിച്ചു പറയണം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വചനപ്രഘോഷണങ്ങളാണ് നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഐസ് പോലെ ഉറഞ്ഞു പോകും നമ്മള്. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നതിൽ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്ന പോലെ തന്നെ കാണുന്നതാവുണ്ട്. അവനോട് സദൃശ്യന്മാരാകും. യേശു ക്രിസ്തുവിനോട് സാദൃശ്യമുള്ള ശരീരം നമുക്ക് കിട്ടാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിനോടൊപ്പം 1000 ആണ്ട് വാഴ്ച ആ അനുഭവം നമുക്ക് കിട്ടാൻ പോവുക. യേശു ക്രിസ്തുവിനോട് ഈ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. തന്നു കഴിഞ്ഞു എന്നൊന്നും ആരും പറയരുത്. ഹല്ലേലൂയ. നമ്മളെല്ലാം അറിവിൽ കുറഞ്ഞവരാ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്നുമില്ല എന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ജാതികൾ ക്രിസ്തുവിൻ്റെ കൂട്ടവാസികൾ, ഏകശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികൾ. ഇനി എന്തോ വേണം നമുക്ക്? അപ്പം നമ്മുടെ നടപ്പ് എന്തായിരിക്കണം? രാജാവിനെ പോലെ നടക്കണം, രാജാവിനെ പോലെ ഇടപെടണം, രാജാവിനെ പോലെ സംസർഗം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം സ്തോത്രം, നമ്മുടെ കർത്താവ് ആരാ? രാജാവായിട്ട് വരാൻ പോവുക. ഈ ഭൂമി 1000 ആണ്ട് രാജാവായിട്ട് വാഴാൻ പോവുക. ആ സമയത്ത് ഞാൻ കർത്താവിനോടൊപ്പം ഞാനും വാഴും. അതാ പോലീസ് പഠിപ്പിക്കുന്നത്. വിശുദ്ധന്മാർ ഭൂമിയെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയെങ്കിൽ ചെറിയ കാര്യങ്ങളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? കോടതി കയറുന്ന വിഷയത്തെക്കുറിച്ച് അവിടെ പറയുന്നേ. ഇപ്പൊ സഭ അതിന്റെ ഫുൾ സിംഗിൽ വരേണ്ട കാലം അതിക്രമിച്ചു. അപ്പോസ്തലന്മാരുടെ ഉപദേശം നിരന്തരം പ്രസംഗിച്ച് സഭയെ ദൈവവചനത്തിന്റെ വിശുദ്ധിയിലും വേർപാടിലും നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുന്നയിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചിരിക്കുന്നു. ഇതിൽ കുറഞ്ഞൊരു ബ്ലെസ്സിങ് നമുക്കില്ല. ഇനി ഇതിൽ കുറഞ്ഞൊരു പദവി ആരും ആഗ്രഹിക്കരുത്. ക്രിസ്തുവിന്റെ കൂട്ടവാശം, ഏകശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികളാകണമെന്നുള്ള ആ വ്യവസ്ഥ നമ്മളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം. അത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുന്നയിച്ചു. എങ്ങനെയാ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നത്? ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നവർക്കാണ് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരാനിട. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർ പറഞ്ഞ വചനങ്ങളെ കൂലങ്കുഷമായി ദൈവസന്നിധിയിൽ പഠിച്ച് ധ്യാനിച്ചു ഉപദേശം അതിലൂടെ ജനത്തെ ഗ്രഹിപ്പിച്ച് നമ്മൾ ജീവിക്കാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ല വല്ലതുമൊക്കെ മനസ്സിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയാന്നുള്ളതല്ല. വസ്തുനിഷ്ഠമായി കൃത്യമായി വചന വെളിപ്പാടോടെ പറയാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ അതാണ് മർമ്മം. ഈ മർമ്മം പഴയ നിയമത്തിലെ ഒരൊറ്റ ഭക്തന്മാർക്കും വെളിപ്പെടുത്തി കൊടുത്തില്ല. അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർ, നമ്മളിപ്പോ പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബിനെയൊക്കെ കാക്കാശിന് വിലയില്ലാത്തവരായി പലരും കണ്ടുകൊണ്ടിരിക്കുക.
അവർക്ക് ഡിഗ്രി ഉണ്ടോ, അവരെല്ലാം പാസ്റ്റർമാരായിരുന്നു, അവരെ ലോകപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തോ, ഇതൊന്നും നമ്മൾ നോക്കണ്ട. ഹല്ലേലൂയ. ദൈവം അവരെ ആക്കി വെച്ചു. അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. പുതു നിയമത്തിന്റെ, പഴയ നിയമമെന്നല്ല, പുതു നിയമത്തിന്റെ പ്രാപ്തന്മാരായ ഏബിൾ മിനിസ്റ്റേഴ്സ് ആക്കി വെച്ചു. ഹല്ലേലൂയ. സ്വത്രം സ്വത്രം. എത്ര മഹത്തരമായൊരു പദവിയാണ്. ക്രിസ്തുവിന്റെ കൂട്ടവകാശം കിട്ടുക, ഏകശരീരസ്ഥരാകുക, വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീരുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില് ട്രംപിന് പോലും ഇല്ലാത്തൊരു പദവിയാ. എത്ര ഉന്നതനാണെങ്കിലും അവർക്ക് ഈ അനുഭവം പ്രാപിക്കാൻ കഴിയുന്നില്ല. സ്വത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആഴത്തിൽ പഠിക്കണം. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നിയമിച്ചു. പിന്നെ വിളിച്ചവരെ നീതീകരിച്ച് തേജസ്കരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, ആദിമ അപ്പോസ്തലന്മാരായ കർത്താവിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സ്വർഗത്ത് പോകാം. അതായത് വിഷയം. സ്വർഗത്ത് പോകാന്നുള്ളതാണ് പ്രധാന വിഷയം. കർത്താവ് അപ്പോസ്തലന്മാരും അതാണ് ഉപദേശിച്ച് നടത്തിയത്. ഇന്നത്തെ അപ്പോസ്തലന്മാർ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ വളരെ ലജ്ജാകരം. ഇന്നുകൂടി ഞാൻ ആരോടോ പറഞ്ഞെന്ന് എൻ്റെ ഓർമ്മ. പ്രവൃത്തി പുസ്തകം 28 2 സ്ഥലത്ത് ദൈവരാജ്യം പ്രസംഗിച്ചു, യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോന്നു. ദൈവരാജ്യം പ്രസംഗിച്ചു, യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോന്നു. അത് അവർ നടത്തിയ ശുശ്രൂഷ. ഇന്നത്തെയോ ഊതിയിടലും ഉന്തിയിടലും കുരപ്പിക്കലും ചിരിപ്പിക്കലും ഛർദ്ദിപ്പിക്കലും ഭൗതിക അനുഗ്രഹങ്ങൾ വാരി കോരി കൂട്ടി തരുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അല്ല അല്ല. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാൻ ദൈവമക്കളാകുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. കാഹളം ധരിക്കാൻ സമയമായി, കർത്താവ് വരാൻ നേരമായി. അരുമനാഥന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നോക്കിയിരിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രികാലം. ഹല്ലേലൂയ. ഏറെയാൽ 70-80 സംവത്സരം ഈ ഭൂമിയിൽ പാർത്തിട്ട് നമ്മൾ ഈ ലോകത്ത് മാറ്റപ്പെടേണ്ടവരാണ്. ആ ഇടുങ്ങിയ പെട്ടിയിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് വെച്ച് ചവിട്ടി ഒതുക്കും. അതോടെ നമ്മുടെ ഓർമ്മ തീർന്നു. സ്തോത്രം. മണ്ണിന് വളമായി തീരും വലിയ താമസമില്ലാതെ. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കാഹളം ധ്വനിക്കുമ്പോൾ അവരക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുകയും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ സ്വർഗസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യത്തിന് മുൻപാകെ നമുക്ക് ശിരസ് നമിക്കാം. ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവാസികൾ ഏകശിരസ്ഥർ വാഗ്ദത്തത്തിന് പങ്കാളികളാകണം തന്നെ. ആ നിലവാരത്തിൽ ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.